ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം, അതിക്ക് മുന്നോടിയായിട്ട് ഒന്ന് പറഞ്ഞോട്ടെ. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഒരുപാട് വോയിസ് മെസ്സേജ് എനിക്ക് ഇട്ടാൽ മതി, ഞാനത് കേട്ട് മറുപടി തന്നോളാം. അതല്ലാതെ നിർത്താതെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, വോയിസ് മെസ്സേജ് ഇടും. ഞാൻ ക്ഷേത്രത്തിലെ ശാന്തിയാണ്, അപ്പോൾ എനിക്ക് എപ്പോഴും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വോയിസ് ഇടാൻ പറയണത്. വോയിസ് ഇടും, ഞാൻ അതിന് മറുപടി തന്നോളാം. പരമാവധി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലപ്പേര്, വീട്ടുപേര്, പേരും നാളൊക്കെ എനിക്ക് സെൻഡ് ചെയ്യുക. എന്നിട്ടൊരു ദക്ഷിണ അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി 2 മണിക്കൂറോ 1 മണിക്കൂറോ ചിലവഴിക്കുമ്പോൾ നമ്മൾ കബഡി വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. നെല്ല് വെച്ച് നോക്കുന്ന പരിപാടിയും ഇവിടെയുണ്ട്. ഇപ്പം ഞാൻ കബഡി വെച്ചിട്ടുള്ളതാണ് കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ അതിനൊരു ദക്ഷിണ വാങ്ങണം എന്നൊരു പൂർവാചാരമുണ്ട്. അതുകൊണ്ടാണ്, അല്ലാണ്ട് ആരുടെയും പൈസ ആഗ്രഹിച്ചു കൊണ്ടല്ല. ഭഗവാൻ സഹായിച്ച് എനിക്ക് ഇന്നിപ്പോൾ വലിയ പണക്കാരനല്ലെങ്കിലും നിത്യവൃത്തിക്ക് വകയുണ്ട്. അപ്പോൾ എല്ലാവരും സ്ഥലപ്പേര്, വീട്ടുപേര്, അച്ഛൻ്റെ പേര്, പിന്നെ നോക്കുന്ന ആളുടെ പേര് നാളും ഒക്കെ ഒന്ന് വിടുക. ജാതകം ഉണ്ടെങ്കിൽ ജാതകത്തിൻ്റെ ആ 12 രാശി ഗ്രഹനില അംശകസ്ഥിതി അതൊക്കെ ഒന്ന് വിടുക. ഇനിയിപ്പോൾ ഞാൻ ഞായറാഴ്ചയാണ് നോക്കാനിരിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ നോക്കി ഓരോരുത്തരെയും അങ്ങോട്ട് വിളിച്ച് ഞാൻ കബഡി വെച്ച് ഓൺലൈനിലിരുന്ന് സംസാരിക്കാം. എല്ലാവരോടും പറയാനുള്ള നമ്മൾ ഗുരുവിന് ദക്ഷിണ കൊടുക്കണം. ചിലർ തരാമെന്ന് പറഞ്ഞിട്ടൊന്നും ഇടുന്നില്ല, അതുകൊണ്ട് കുഴപ്പമായിട്ടല്ല, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊരു ഗുരുശാപമാണ്. ലോകത്തെ ഏറ്റവും വലിയ ശാപം ഗുരുശാപമാണ്. രണ്ടാമതാണ് സർപ്പശാപവും സ്ത്രീശാപമൊക്കെ നിൽക്കണുള്ളൂ എന്ന് പറയണത്. അപ്പോൾ ഗുരുവിനും ഗോവിന്ദനും ഒരുമിച്ച് വന്നാൽ ആരെ നമസ്കരിക്കണം? ഗോവിന്ദനെയാണോ നമസ്കരിക്കേണ്ടത്? ഗുരുവിനെ നമസ്കരിക്കണം. അത്രയും ശ്രേഷ്ഠതയുണ്ട് ഗുരുവിന്. അപ്പോൾ എന്നെ ഗുരുവായി കണ്ടുകൊണ്ട് പലരും വിളിക്കുന്നതിൻ്റെ മറുപടിയാണ് ഞാൻ പറയണത്. നിങ്ങളുടെ വീടുകളിലേക്കൊക്കെ എന്നെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ പൈസ ചിലവുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ വെക്കുന്നത്. എല്ലാവരും സാധാരണക്കാരാണ്, കടം വന്ന് കയറി മുടിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ഈ വിളിക്കുന്നത്. അത് സങ്കടവുമുണ്ട്. ഒരുപാട് പേര് സ്ഥലത്ത് ഒരുപാട് പ്രഗത്ഭരുടെ അടുത്തൊക്കെ പോയി പൂജ ചെയ്തു, സ്വാമി ഒരു മാറ്റം കിട്ടിയില്ല. പേര് കേട്ട തിരുമേനിമാരുടെ അടുത്ത്, പേര് കേട്ട മലവാരകർമ്മങ്ങൾ ചെയ്യുന്നവരുടെ അടുത്തൊക്കെ പോയി കർമ്മം ചെയ്തു. 1-1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ ഒരു പ്രാവശ്യം എന്നല്ല 3-4 തവണ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സങ്കടം ഉണർത്തിക്കുകയുണ്ടായി. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഞാൻ ഈശ്വരനല്ല, ഞാൻ ദൈവമല്ല. ഒരുപാട് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ അനുഭവം വെച്ചിട്ടാണ് ഞാനിവിടെ പൂജ ചെയ്യുക. ചിലരൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു ഹോമം കത്തിച്ച് ഗുരുവും ഗണപതി പൂജിച്ച് ചകിരിയും ചിരട്ടയൊക്കെ ഇട്ട് കത്തിച്ച് ഹോമം തുടങ്ങി. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതൊന്നും ശരിയായ വഴിയുള്ള ആചാര്യൻ എന്ന് പറയുന്ന നമ്മുടെ മുനിമാർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് അപ്രകാരം തന്നെ ചെയ്യുക. നീ നിൻ്റെ കർമ്മം ചെയ്യുക, ഫലം ഞാൻ തന്നോളാം എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ഗുരുക്കന്മാർ പഠിപ്പിച്ച ആ വഴിയിലൂടെ ഞാൻ പോണു. അപ്പം നിങ്ങൾക്ക് ഫലം കിട്ടണു. ഇതാണ്, ഞാൻ വലിയ ആളൊന്നല്ല. അതുപോലെ തന്നെ ഹോമങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് ഹോമം ചെയ്തു, പൃഥ്വിങ്കര ഹോമമൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നു. ഒരുപാട് കരയുണ്ടാവും ഓരോ സ്ത്രീകളും പുരുഷന്മാരൊക്കെ. പൃഥ്വിങ്കര ഹോമം ചെയ്തു സ്വാമി, ഒരു മാറ്റം കിട്ടിയില്ല സ്വാമി എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർമ്മത്തിന് വിധാനമായ ആളാണ് കർമ്മം ചെയ്യേണ്ടത്. മുൻജന്മത്തിലെ സുഹൃത്തം, മുൻജന്മത്തിലെ കണക്ഷനുള്ള ആളാണ് പൂജ ചെയ്യേണ്ടത്. അല്ലാണ്ട് ചുവന്ന മുണ്ടെടുത്തോണം മാത്രമല്ല പൂജ ചെയ്യേണ്ടത്.
ആ പൂജ ചെയ്യുമ്പോൾ ഏത് ദേവനെയാണോ നമ്മൾ ആവാഹിക്കണേ വെച്ചാൽ നിവേദ്യം കൊടുത്തതിന് ശേഷം ഹോമകുണ്ഡത്തിലേക്ക് ആവാഹിച്ച് നമ്മളൊക്കെ ഏറ്റിട്ടുള്ള ദുരിതങ്ങളെ, ഗുളികദോഷങ്ങളെ, ധനബന്ധനങ്ങളെ ഈ ഹോമത്തിലേക്ക് ആവാഹിച്ചിടണം. 1008 സുദർശനം ചൊല്ലുന്നുണ്ടെങ്കിൽ ഒരു സുദർശന മന്ത്രം ചൊല്ലിയിട്ട് ഒരു സമത്ത് ഹവിക്കണം. നമ്മൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ കഷായം കഴിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾക്ക് നമ്മുടെ വീടിനും ഏറ്റിട്ടുള്ള ഓരോ ദോഷങ്ങളും. ഈ ഹവിക്കുന്ന വസ്തുക്കൾ ഔഷധങ്ങളാണ്. നെയ്യ് പോസിറ്റീവ് എനർജി, ഓക്സിജൻ്റെ അളവ് കൂട്ടും. നാസ പോലുള്ള പല കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ അടുത്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അമൃതവള്ളി കഷായങ്ങൾ, നമുക്ക് എല്ലാ കഷായങ്ങൾക്കും അമൃതവള്ളി ഉപയോഗിക്കുന്നുണ്ട്. പേരാൽമുട്ട് ഔഷധമാണ്, കടലാടി. അങ്ങനെ അതിൻ്റേതായ രീതികളുണ്ട്. സുദർശനത്തിന് എന്ത് സംത്താണ് ഉപയോഗിക്കേണ്ടതെന്ന് ആചാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പ്രമാണമുണ്ട്. അഘോരത്തിന് ഏത് വസ്തുക്കളാണ് ഹവിക്കേണ്ടതെന്ന് ഒരു പ്രമാണമുണ്ട്. പൃത്യങ്കരിക്ക് ഏത് സംത്താണ് ഹവിക്കേണ്ടത് ഒരു പ്രമാണമുണ്ട്. ഇതൊന്നും എൻ്റെ അറിവിൽ ഞാൻ ഈ കാലത്തിനിടയ്ക്ക് പോയിട്ട് ആരും വ്യക്തമായിട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഒരാളിൽ നിന്നല്ല, ഞാൻ ഒരുപാട് ആളിൽ നിന്ന് പൂജ ഞാൻ പഠിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കർമ്മങ്ങളെ പറ്റി തട്ടിച്ചു നോക്കുമ്പോൾ ഒരാളും വ്യക്തമായിട്ട് ചെയ്യുന്നില്ല. 10-11 മണിയാകുമ്പോഴേക്കും പൂജ കഴിഞ്ഞ് അവസാനിപ്പിച്ചു. പൂജയ്ക്ക് നമ്മൾ ചാത്തനെ ആവാഹിക്കുന്നു, അല്ലെങ്കിൽ ദേവീ സംബന്ധമായ ചൊവ്വാദോഷങ്ങളെ ആവാഹിക്കുന്നു എങ്കിൽ ചൊവ്വയെ ചാത്തനൊക്കെ ലാഭം കൊടുത്താൽ 101 രൂപ ലാഭം കൊടുത്താൽ അവർ ഒഴിഞ്ഞു നിൽക്കും. പക്ഷേ ഈ ചാത്തൻ്റെ കൂടെയുള്ള ഭൂതഗണങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടാവും. ദേവിയുടെ കൂടെയുള്ള ചണ്ടമുണ്ടാളന്മാർ അവിടെ നിൽപ്പുണ്ടാവും. അവരെ പ്രീതിപ്പെടുത്തണം. അവരെ പ്രീതിപ്പെടുത്തേണ്ട കർമ്മം മധ്യമ പൂജ കൊടുക്കണം അവർക്ക്. നമ്പൂതിരിമാർ ഈ ഒക്കെ പറയണ സാത്വികം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഒരിക്കലുമല്ല. ദേവനുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവരുടെ കിങ്കരന്മാരുണ്ട്. ദേവന് ശുദ്ധകർമ്മമാണ് ഏൽക്കുന്നതെങ്കിൽ കിങ്കരന്മാർ മധ്യമകർമ്മമാണ് ഏറ്റിരുന്നത്. രാമായണ കാലത്ത് വാത്മീകി രാമായണം വായിച്ചാലൊക്കെ അറിയാൻ പറ്റും. ഹിംസയെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ വേണ്ടി വാത്മീകി ഒരു ഒറ്റ വരിയിലാക്കി ഒതുക്കി എന്ന് മാത്രം. പണക്കാരുള്ളത് കൊണ്ടാണ് പാവങ്ങൾ ജീവിക്കുന്നത്. ഒരിക്കലും പാവപ്പെട്ടവനും പണക്കാരനും തമ്മിൽ അന്തരം മാറ്റാൻ പറ്റില്ല. അങ്ങനത്തെ സിദ്ധാന്തം പറഞ്ഞ രാജ്യങ്ങൾ മുഴുവൻ നശിച്ചു. അവനവൻ്റെ കർമ്മഫലമാണ് നമ്മളെ ദരിദ്രനാക്കുന്നതും പണക്കാരനാക്കുന്നതും. ഭഗവാന്റെ വാക്കുകൾ, എൻ്റെ വാക്കുകളല്ല. അപ്പോൾ പൂജ നമ്മൾ ചെയ്യുമ്പോൾ ശൈവദോഷങ്ങളെ ആവാഹിച്ചെങ്കിൽ ശൈവത്തിൻ്റെ ഭൂതഗണങ്ങൾ പടിക്ക് പുറത്തുണ്ടാവും. അവരെ ആവാഹിച്ചിട്ട് വൈകിട്ട് ഭദ്രകാളിക്ക് വടക്കേപ്പുറത്തോ തെക്കേപ്പുറത്തോ, വടക്കേപ്പുറത്ത് സ്ഥലമില്ലെങ്കിൽ തെക്കേപ്പുറത്ത് 64 ഖണ്ഡം പത്മമിട്ടിട്ട് എല്ലാ ഭൂതഗണങ്ങളെയും ആവാഹിച്ച് ആകാശമാർഗത്തിലേക്ക് ഉദ്വസിക്കണം. ഇവിടെ ഒരു പ്രഗൽഭനും ഉച്ചാടന കർമ്മം ചെയ്യണില്ല. ഉച്ചാടന കർമ്മം ചെയ്താൽ കർമ്മി 2 ദിവസം എനിക്കില്ല, അത്രയും ക്ഷീണമായിരിക്കും. 10 മണി 11 മണിയോടുകൂടി അവർ അവസാനിപ്പിച്ച് പോകുന്ന പരിപാടിയാണ് ഇവിടെ എല്ലാവരെയും കണ്ടുവരുന്നത്. ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ചെകഞ്ഞ് നോക്കുക നിങ്ങളുടെ നാട്ടിലെ ഓരോ കാര്യങ്ങളും. എന്തിനാണ് ഗുരുവായൂരപ്പൻ്റെ ഇടത്ത് ഭഗവതി ഇരിക്കുന്നത്? ശബരിമല ശാസ്താവിൻ്റെ ഇടത്ത് എന്തിനാണ് ഭദ്രകാളി ഇരിക്കുന്നത്? മാളികപ്പുറത്തമ്മ ഭദ്രകാളി തത്വം. അവിടെ എന്തിനാ ഗുരുതി ചെയ്യണേ? നിങ്ങൾ മനസ്സിലാക്കൂ, ചിന്തിക്കൂ. എല്ലാ കർമ്മവും ഭദ്രകാളി കർമ്മത്തിലേ അവസാനിക്കൂ. അതിന് 64 ഖണ്ഡം പത്മം എങ്ങനെ പൂജ ചെയ്യണം എന്നറിയണം. നവഖണ്ഡ ബലിയോടുകൂടി ചെയ്യണം. നവഖണ്ഡ ബലി ആർക്കാ ചെയ്യണമെന്ന് ആർക്കും തന്നെ അറിയില്ല. അതിനൊരു വിധാനമുണ്ട്. ആ വിധാനത്തിൽ നമ്മൾ ചെയ്യുക, അപ്പോൾ ഫലം കിട്ടും. ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ രുദ്രാക്ഷ മഹാത്മ്യം ഞാൻ പറഞ്ഞിരുന്നു.
ഇന്നത്തെ രുദ്രാക്ഷ മഹാത്മ്യത്തിൽ കാർത്തിക, ഉത്രം, ഉത്രാടം ഇവർ ഏതെല്ലാം രുദ്രാക്ഷമാണ് ധരിക്കേണ്ടത് എന്നതാണ്. ഞാൻ മുൻ എപ്പിസോഡിൽ രുദ്രാക്ഷത്തിൻ്റെ എപ്പിസോഡ് ഇടകലർത്തിയാണ് ഇടുന്നതെങ്കിലും പറഞ്ഞിരുന്നു, രുദ്രാക്ഷം ആർക്കും ധരിക്കാം, ഏത് പീരീഡ് കാലത്തും സ്ത്രീകൾക്ക് ധരിക്കാം. രുദ്രാക്ഷം എങ്ങനെ ശുദ്ധിയാക്കണം എന്നും ഞാൻ മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അത് അപ്രകാരം കണ്ടുപഠിക്കുക, ചെയ്തു പഠിക്കുക. നമ്മളെല്ലാവരും ആചാര്യതുല്യനാവണം. ഹിന്ദുക്കൾ ഇന്ന് ഒരു വിളക്ക് കത്തിക്കലോ സന്ധ്യയ്ക്ക് കുളിച്ച് നാമം ചൊല്ലലോ ഒക്കെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരിക്കുക. സുഖം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് ഭക്ഷിക്കുക, ഇതാണ് എല്ലാവരുടെയും മൈൻഡ്. ആ മൈൻഡ് നമ്മൾ മാറ്റണം. കാലത്ത് കുളികുറി ജപാദികളൊക്കെ കഴിഞ്ഞ് ഭസ്മം എങ്ങനെ തൊടണം എന്നൊക്കെ ഞാൻ മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ട്, അതുപോലെ തൊട്ട് നിത്യകർമാചാരങ്ങൾ ചെയ്ത് പിതൃക്കളെ ശുദ്ധിയാക്കി. കടം വീടാൻ പിതൃശുദ്ധി വേണം. ആ പിതൃക്കളെ എങ്ങനെ ശുദ്ധിയാക്കണം എന്നുള്ളതൊക്കെ ലളിതമായിട്ട് ഒരു രൂപ പോലും ചിലവില്ലാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞാൻ ചെയ്യുന്ന ഓരോ എപ്പിസോഡും കണക്ഷനായിരിക്കും, അല്ലാതെ ഒരു എപ്പിസോഡ് അത് വേറെ ഭാഗമല്ല. നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കുറേ കാര്യങ്ങളാണ്. അതൊരു സബര്യയാണ്, ചര്യയാണ്. ആയുർവേദം ഒരു ചര്യയാണ് എന്ന പോലെ തന്നെയാണ് ഇതും. കാര്യത്തിലേക്ക് കിടക്കാം. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ ലഗ്നങ്ങൾ ഒരു മുഖം, 11 മുഖം, 12 മുഖ രുദ്രാക്ഷം, ഇങ്ങനെ 3 തരത്തിലുള്ള രുദ്രാക്ഷം ധരിക്കാം. ഏതെങ്കിലും ഒന്ന് ധരിച്ചാൽ മതി. നമുക്ക് 3 വേണമെങ്കിൽ ധരിക്കാം. ഈ രുദ്രാക്ഷം ഒരു മുഖം, 11 മുഖം, 12 മുഖ രുദ്രാക്ഷങ്ങൾ ധരിച്ചാൽ നമ്മൾക്ക് ഏറ്റിട്ടുള്ള ദൃഷ്ടിദോഷങ്ങൾ തീരും. ഇനി ഏൽക്കാതെ രക്ഷിക്കും. കണ്ണേറ് ദോഷങ്ങൾ ഏൽക്കില്ല. അതുപോലെ തന്നെ നമ്മളെ നേർവഴിക്ക് നടത്തും. അതായത് ആപത്ത്, അപകടങ്ങളൊന്നും ഇല്ലാതെ എല്ലാ അപകടത്തെയും തട്ടി നമ്മളെ നീക്കി ഈ രുദ്രാക്ഷം നമ്മളെ മുന്നടത്തും. രുദ്രാക്ഷം ശുദ്ധി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും രുദ്രാക്ഷത്തിൻ്റെ ഉള്ളിലെ വിത്ത് പോവാതിരിക്കാൻ വേണ്ടി ശുദ്ധിയാക്കുന്ന ക്രിയയുണ്ട്. അത് മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണുക, അപ്രകാരം ചെയ്യുക. എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന്, അനവധി ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള മലവാര കർമ്മങ്ങളാണെങ്കിലും ക്ഷേത്ര പൂജാകർമ്മങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ പഠിച്ച് അതിൻ്റെ നന്മകൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ എപ്പിസോഡുകളായി, ചെറിയ എപ്പിസോഡുകളായി തരുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരുപാട് കാലങ്ങളായി അലഞ്ഞു പഠിച്ച ആ വിദ്യകൾ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞു തരുമ്പോൾ ആ സ്നേഹം നിങ്ങൾ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് ഭഗവതിയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം നമഃ ശിവായ.